ഇനിയുള്ളത് 24 ദിവസം കൂടി മാത്രമേ ഉള്ളൂ. 24 ദിവസം കേരളം എന്ത് ചർച്ച ചെയ്യുന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഒരു 1.5 മാസം മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ നിരന്തരമായിട്ട് വേറെ ചില ഈ കമ്മ്യൂണൽ സ്വഭാവമുള്ള സംഗതികൾ അല്ലെങ്കിൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് വിളിക്കുന്ന സാധനമൊക്കെയും നിരന്തരമായിട്ട് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് കണ്ടിരുന്നു. അതിൽ നിന്നൊക്കെ ഒരു സ്റ്റെപ്പ് ബാക്ക് ചെയ്തിട്ട് വികസനം, ക്ഷേമം ഇത് മാത്രം പറയാൻ തീരുമാനിച്ചിട്ടുണ്ടോ? അതോ ഇനിയും നമ്മൾ പ്രതീക്ഷിക്കണോ ഈ ഡിവൈഡ് സംഗതി? ഇനിയും കണിച്ചുകുളങ്ങരയിലെ കക്ഷി ഇറങ്ങാൻ പോകുന്നുണ്ടോ? എന്തായിരിക്കും നമുക്ക് അതിന് കാണാൻ പറ്റുന്ന കാര്യം? ഈ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ഏതെങ്കിലും ഘട്ടത്തിൽ ചില വിവാദങ്ങൾ വന്നേ, പക്ഷേ CPM ബോധപൂർവ്വം എന്തെങ്കിലും തരത്തിലുള്ള വിവാദങ്ങൾ ചെന്ന് പെടേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ നാക്കുപിഴയുള്ള കുറേ നേതാക്കന്മാർ, ഇപ്പോൾ PB മെമ്പറായിട്ടുള്ള ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ MP ഗോവിന്ദൻ മാഷ് ഉണ്ട്, വിജയരാഘവനുണ്ട്. ഇവരൊക്കെ ഈ നാക്കുപിഴയുടെ ആൾക്കാരാണ്. നാക്കിൽ നിന്ന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ അത് തെരഞ്ഞെടുപ്പിൻ്റെ മൊത്തം അജണ്ട അത് മാറ്റിക്കളയും ചെയ്യും. അതുകൊണ്ട് അവരാരെങ്കിലും ഒന്നും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിഷാദ് സൂചിപ്പിച്ച പോലെ തന്നെ വികസനം, ക്ഷേമം, ആ പ്രവർത്തനങ്ങൾ ഊന്നിയുള്ള സംസാരം തന്നെയാണ്. ഞാൻ കുറച്ച് സ്പെസിഫിക് ആയി ചോദിച്ചാൽ ഈ ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗ് പോലെയുള്ള പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി, SDPI എന്നൊക്കെ പറയുന്നത് അതിലല്ല ഊന്നേണ്ടത്. അത് എന്താണ് നമുക്ക് തിരിച്ചടിക്കും എന്ന് ഫീൽ ചെയ്തിട്ട് അതിനകത്തൊരു ആ സ്ട്രാറ്റജി ചേഞ്ച് എടുത്തിട്ടുണ്ടോ ചോദിക്കാൻ? അല്ല, അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു നിഷാദ്. അത് വലിയ രീതിയിലുള്ള പ്രചരണം ആ രീതിയിൽ ഉണ്ടാവില്ല. പക്ഷേ രാഷ്ട്രീയമാണ് പറയേണ്ടത്. രാഷ്ട്രീയം പറയണം, വികസന പ്രവർത്തനങ്ങൾ പറയണം. രാഷ്ട്രീയം പറയാതെ എന്തായാലും തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല. UDF എന്തെങ്കിലും കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് മറുപടി പറയേണ്ടി വരും. അതുപോലെ തന്നെ CPM എന്തെങ്കിലും പറഞ്ഞാൽ UDFന് മറുപടി പറയേണ്ടി വരും. ഇപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിയെ പിടിച്ചുകൊണ്ടുള്ള ഈ 140 മണ്ഡലങ്ങളിലുള്ള ആ പ്രചരണം അത് ഈ തെരഞ്ഞെടുപ്പിൽ കുറയാൻ തന്നെയാണ് സാധ്യത. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മന്ത്രിയോട് സംസാരിച്ചപ്പോൾ ഒരു മന്ത്രി പറയുന്നുണ്ടായിരുന്നു, ജനങ്ങളോട് വീടാന്തരം കയറി ജനങ്ങളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് സർക്കാരിന്റെ എന്തെങ്കിലും പ്രവർത്തനങ്ങളിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരാതിയില്ല. ക്ഷേമ പെൻഷൻ കിട്ടുന്നുണ്ട്, മറ്റു കാര്യങ്ങളെല്ലാം കൃത്യമായി നടക്കുന്നുണ്ട്, സംസ്ഥാനത്ത് വികസന പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ഞാനൊന്ന് ആലോചിക്കുകയാണെന്നൊരു വീട്ടിൽ ഒരാൾ സേഫ് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് സർക്കാരിന്റെ പെർഫോമൻസുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് പ്രശ്നമില്ല, പക്ഷെ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് അതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട്. ആ ലെഫ്റ്റിന്റെ വാല്യൂസിൽ കോംപ്രമൈസ് ചെയ്യുന്നു, വാല്യൂസ് കോംപ്രമൈസ് ചെയ്യുന്നു. നിങ്ങൾ ഇത് ചെയ്യാൻ പാടുണ്ടെന്നുള്ള പ്രശ്നം ആൾക്കാർക്ക് ഉണ്ടെന്നുള്ളതാണ്. സോ ആ ഏരിയ ഫിക്സ് ചെയ്താൽ സ്മൂത്ത് ആണോ കാര്യം എന്നൊരു പോയിന്റ് അവിടെയുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ മുസ്ലിം മൈനോറിറ്റി, അവരുടെ ട്രസ്റ്റ് ഇഷ്യൂ എന്ന് വെച്ചാൽ വീണ വിജയനുമായി ബന്ധപ്പെട്ട കേസല്ല. അവരുടെ ട്രസ്റ്റ് ഇഷ്യൂ എന്ന് വെച്ചാൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള അഴിമതി ആരോണോ അല്ല. അവരത് പ്യുവർ പൊളിറ്റിക്സ് ആണ്.